ഒരു ജീവന്റെ ജന്മത്തിന് കാരണമായിരിക്കുന്ന ഏറ്റവും പ്രബലമായ ആഗ്രഹം എന്താണ്? അതാണ് ആത്മകാരഗ്രഹം സൂചിപ്പിക്കുന്നത്. ആത്മകാരഗ്രഹം എന്താണ് എന്ന് ആഗ്രഹം എന്തായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ ജീവനെ ആ വഴിക്ക് നയിക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയും. ഇനി ഈ ആത്മകാരക ഗ്രഹത്തിനെ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. ഓരോ രാശിയിലുള്ള ഗ്രഹസ്ഥിതി നോക്കാം. ഓരോ ഗ്രഹത്തിന്റെയും ഗ്രഹസ്ഫുടം, ആ രാശിയിലുള്ള ഗ്രഹസ്ഫുടം, അതായത് 0 മുതൽ 30 വരെയാണ് ഓരോ രാശിയുടെയും അളവുള്ളത്. ആ 30 ഡിഗ്രിക്കുള്ളിൽ എവിടെയാണ് ഈ ഗ്രഹം നിൽക്കുന്നത് എന്ന് നോക്കാം. ജനന സമയത്ത് ഒരു രാശിയിൽ ഏറ്റവും കൂടിയ ഗ്രഹസ്ഫുടം ഏത് ഗ്രഹത്തിനാണോ ഉള്ളത് അതാണ് ആ ജാതകത്തിലെ ആത്മകാരക ഗ്രഹം എന്നാണ് ജൈമിനി സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അതിന്റെ തിയറി. ഓരോ ഗ്രഹസ്ഫുടവും എടുത്തു നോക്കുക, എന്നിട്ട് ഓരോ രാശിയിലും ആ ഗ്രഹം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ആത്മകാരക ഗ്രഹം. ഇവിടെ ഒരു ജാതകത്തിലെ ഗ്രഹസ്ഫുടം കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ അറിയാം, സൂര്യനാണ് ഏറ്റവും ഉയർന്ന ഗ്രഹസ്ഫുടം ഉള്ളത്. എന്നാൽ ഈ ജാതകത്തില് സൂര്യനാണ് ആത്മകാരക ഗ്രഹം. അതായത് ഒരു രാശിയിൽ ഏത് ഗ്രഹമാണോ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് അതാണ് ആത്മകാരക ഗ്രഹം. ഈ ഉദാഹരണമായിട്ട് നൽകിയിട്ടുള്ള ഗ്രഹസ്ഫുടത്തിലെ സൂര്യനാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജാതകത്തിൽ സൂര്യനാണ് ആത്മകാരക ഗ്രഹം. രാഹുവും കേതുവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുക, വിപരീത ദിശയിലാണ്. അപ്പൊ അത് കാരണം അതിന്റെ ഡിഗ്രി കുറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് രാഹുവോ കേതുവോ ആണെങ്കിൽ അതിനെയും ആത്മകാരക ഗ്രഹമായിട്ട് പരിഗണിക്കാം. ജൈമിനി സൂത്രത്തിൽ അങ്ങനെ രാഹുവിന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് ജ്യോതിഷ പണ്ഡിതന്മാരും ആചാര്യന്മാരും എല്ലാം ഇതിനെക്കുറിച്ച് പഠനം നടത്തി അനുഭവങ്ങളും പഠനവും കൂടി താരതമ്യപ്പെടുത്തി അവർ പറയുന്നത് രാഹു എന്നതാണ്. കാരണം രാഹു മോക്ഷത്തിന് വേണ്ടി ഒരുപാട് സൂചനകൾ നൽകുന്ന ഗ്രഹമാണ്. സ്പിരിച്വൽ പവർ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് രാഹു. ഇങ്ങനെ വലിയ ആചാര്യന്മാരുടെയും മഹാത്മാക്കളുടെ എല്ലാം ജാതകം പഠിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായവും കൂടിയാണ് രാഹുവിനെ ആത്മകാരക ഗ്രഹത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയത് കാരണം 30 നിന്ന് 0 എന്ന ദിശയിലാണ് രാഹുവിന്റെയും കേതുവിന്റെയും ഗ്രഹസ്ഫുടം പരിശോധിക്കേണ്ടത്. ഇനി ഓരോ ആത്മകാരക ഗ്രഹം നൽകുന്ന സന്ദേശം അതെന്താണെന്ന് നോക്കാം. ജന്മത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രബലമായ ആഗ്രഹത്തെയാണ് ആത്മകാരക ഗ്രഹം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞില്ല. എന്നാൽ ഓരോ ജന്മവും മോക്ഷത്തിലേക്കുള്ള യാത്രയുടെ തുടർച്ചയാണ്. ഇതിന്റെ ആധ്യാത്മിക വശമാണ് ഓരോ ജന്മത്തിന്റെ. നമ്മൾ വ്യാവഹാരിക തലത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ പാരമാർത്ഥിക തലത്തിലൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പരമാർത്ഥ തലത്തിലേക്കുള്ളൊരു യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ഓരോ ജന്മവും മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടർച്ചയാണ്. അതിനാൽ ആത്മകാരക ഗ്രഹം ഭൗതിക ജീവിതത്തിലെ ആഗ്രഹങ്ങളെയും മോക്ഷത്തിന് ആവശ്യമായ പാഠങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കണം, മോക്ഷത്തിന് ആവശ്യമായ പാഠങ്ങൾ എന്നത്. കാരണം ഭൗതിക ജീവിതത്തിലെ ആഗ്രഹങ്ങളും മോക്ഷത്തിന് ആവശ്യമായ പാഠങ്ങളും പരസ്പര വിരുദ്ധമാണ്. രണ്ട് ഡയറക്ഷനാണ്, വിപരീത ദിശയിലാണ്. ഒന്ന് ഭൗതികമായിട്ടുള്ള ജീവിതമാണ്, ബഹിർമുഖമായിട്ടുള്ള ജീവിതമാണ്. ആന്തരികമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ അനുഭവങ്ങൾ, ഇന്ദ്രിയ അനുഭവങ്ങൾ
ഗ്രഹം യഥാർത്ഥത്തിൽ ദുഃഖം തരുന്നില്ല. ദുഃഖകരമായി നമ്മൾ കരുതുന്ന അനുഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് ജീവന്റെ ആത്മീയ പുരോഗതിക്ക് ആവശ്യമായ പാഠങ്ങളാണ്. ഇനി ഓരോ ഗ്രഹവും സൂചിപ്പിക്കുന്ന ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്താണ്, അതിൽ ആധ്യാത്മികമായിട്ടുള്ള പാഠങ്ങൾ എന്താണ് എന്ന് നോക്കാം. സൂര്യനാണ് ആത്മകാരക ഗ്രഹമെങ്കിൽ വിജയം, പ്രശസ്തി, അധികാരം ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ജീവനായിരിക്കും. ഭൗതിക ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ഇതിന് വിപരീതമായിട്ട് ആധ്യാത്മിക പാഠങ്ങൾ പഠിക്കാനായിക്കൊണ്ട് ഇതിന് വിപരീതമായിട്ടുള്ള അവസരങ്ങൾ കൂടി ജീവിതത്തിൽ വന്നു ചേരും. അത് അഹങ്കാര നാശം, വിനയം ശീലിക്കാനുള്ള സാഹചര്യം ഇതൊക്കെ ആയിരിക്കും. ചന്ദ്രനാണ് ആത്മകാരക ഗ്രഹമെങ്കിൽ സന്തോഷം, സ്നേഹം, സംതൃപ്തി, ശാന്തി ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ജനിച്ച ജീവനാണ്. പക്ഷേ ഇതിന് വിപരീതമായിട്ട് അശാന്തി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, വിരക്തിയും ദുഃഖവും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൂടെ ഈ ജീവൻ കടന്നു പോകും. എങ്കിൽ ആ ജീവന് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുള്ളൂ. പാരമാത്മിക തലത്തിലേക്കുള്ള യാത്ര തുടരുകയും. അപ്പൊ അത് യഥാർത്ഥത്തിലൊരു അനുഗ്രഹമാണെങ്കിൽ കൂടി ഭൗതിക ജീവിതത്തിൽ നിൽക്കുന്ന ജീവന് അത് ദുഃഖമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ചൊവ്വ നൽകുന്ന സൂചനകൾ ഇതൊക്കെ പ്രകടമാക്കുന്ന ഒരു ജീവനായിരിക്കും. പക്ഷേ ഇതിന് വിപരീതമായിട്ട് ഒരുപാട് പരാജയം, ക്ഷമ ശീലിക്കാനുള്ള സാഹചര്യം, വികാര നിയന്ത്രണം ആവശ്യമുള്ള സാഹചര്യം ഇതിനെ കൂടി എല്ലാം ജീവന് കടന്നു പോകേണ്ടി വരും. ഇതാണ് ചൊവ്വ നൽകുന്ന സൂചന.